ഓ ചങ്ങായിമാരെ, ഇന്നൊരു കിടക്കാച്ചി സാധനം പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, പക്ഷെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു പേര് പറയൂ. പക്ഷെ ആ പേരും ആ സാധനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത്. പേരും സാധനം തമ്മിൽ യാതൊരു ബന്ധമില്ല. സംഭവം ഇതാണ് സാധനം. കണ്ടാ, ഈ ഫ്ലവറിന് നമ്മുടെ നാട്ടിൽ പറയല് കടലാസ് പൂ എന്നാണ്. കടലാസ് പൂ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയല്? നമ്മുടെ നാട്ടിൽ കടലാസ് പൂ എന്നാണ് പറയല്. പക്ഷെ ഇത് കടലാസ് അല്ല. പക്ഷെ അങ്ങനെ പേരാണ്. അതിൻ്റെ പേരെങ്ങനെയാണ്? കടലാസ് പൂ. കണ്ടാ, കടലാസ് അല്ല, ഫ്ലവറാണ്. പക്ഷെ കടലാസ് പൂ എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാതെ കമൻറ്റ്. ഓക്കെ. ഇപ്പോൾ സീസണെന്ന് തോന്നുന്നു, എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. പല വെറൈറ്റി കളറും ഉണ്ട്. ഇതിപ്പം വൈറ്റ്. ഏതാ മഞ്ചി നോക്കിയാൽ? അല്ല വൈ, ഇനി ഇംഗ്ലീഷ് എന്താ പറയുക അപ്പോൾ? പെപ്പർ ഫ്ലവർ. പെപ്പർ ഫ്ലവർ എന്നായിരിക്കും അല്ലേ? പെപ്പർ അല്ല, പേപ്പർ ഫ്ലവർ അല്ലേ? സാധാരണ ഈ തോടുള്ള സാധനവും മുള്ളുള്ള സാധനവും ഭയങ്കര ടേസ്റ്റാണ്. അതേപോലെ നമ്മുടെ കള്ളാസ് പൂവിൻ്റെ കാര്യം നോക്കിയാൽ, നല്ല മുള്ളുള്ള മര. പക്ഷെ എന്താ ഫ്ലവറായിട്ട് കാണാൻ നല്ല മൊഞ്ചില്ല. നോക്കിയാൽ ഫുള്ള് മുള്ളാണ്. കണ്ടാ, ഫ്ലവർ നോക്കിയാൽ ഏതാ മൊഞ്ചി? നമ്മളെ തോടുള്ള നണ്ട്, ചെമ്മീൻ, അതെല്ലാം ഭയങ്കര ടേസ്റ്റാണ്, കല്ലുമക്കായി. പക്ഷേ അതുപോലെ ഈ മുള്ളുള്ള മീനില്ലേ, മുള്ളുവാള, നമ്മളെ നല്ല ഏട്ട, അതെല്ലാം തിന്നാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ നോക്കിയിട്ട് തിന്നില്ലെങ്കിൽ പണി കിട്ടും. അതേപോലെ നമ്മുടെ കള്ളസ്പൂൻ്റെ കാര്യം, നല്ല മുള്ളുള്ള ചെടിയാണ്. പക്ഷേ അതിൻ്റെ ഫ്ലവർ എന്ന് കാണാൻ നല്ല മഞ്ചല്ലേ. ഏതാ മഞ്ചി? ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആയിരം നന്ദി. അപ്പോൾ ചങ്ങായിമാരെ, എല്ലാവരും നമ്മളെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്. അപ്പോൾ കിടക്കാച്ചി കടലാസ് പൂവിൻ്റെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ സയ്യിദ് മുസ്തഫക്കൊപ്പം കണ്ണൂർ സുൽത്താൻ.